ഹലോ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മളിവിടെ നിൽക്കുന്നത് കാലടിയിൽ മറ്റൂരാണ്. അപ്പോൾ നമ്മൾ ഈ ഓട്ടോറിക്ഷയിൽ പോണത് ഞങ്ങൾ അമ്പലത്തിലോട്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഉത്സവമായതുകൊണ്ട് ഞങ്ങളിവിടെ വന്ന് കുറച്ച് ദിവസമായി നിൽക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാമെന്ന് വെച്ചിട്ടുണ്ടായി. അപ്പോൾ അഭിരാമിയുടെ കൊച്ചുണ്ടായിരുന്നു, എൻ്റെ കൊച്ചുണ്ടായിരുന്നു. അങ്ങനെ ധൂവിയും പിന്നെ ഈ കുട്ടിയും കൂടെ ആയിരുന്നു ഒരുമിച്ച് ഞങ്ങൾ അവരെയും കൊണ്ടുപോകുന്നത്. രാവിലെ തന്നെ പറ നിറയ്ക്കാനല്ലോ എന്ന് വെച്ചിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു പറ നിറയ്ക്കാനായിട്ട്. അപ്പോൾ നെൽപ്പറയാണ് നിറച്ചത് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ അമ്പലത്തിൽ പോയപ്പോൾ. അപ്പോൾ ആദ്യം തന്നെ ധ്രുവിനെയാണ് നെൽപ്പറ നിറച്ചത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പുറകെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ഓരോരുത്തർ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു കേട്ടോ. നെൽപ്പറ മാത്രമല്ല എല്ലാ പറ ഉണ്ടായിരുന്നു കേട്ടോ. മഞ്ഞൾ, മലര് അതെല്ലാം ഉണ്ട്. പൂവിൻ്റെ അടക്കം ഉണ്ടായിരുന്നു. ഞങ്ങൾ നെല്ല് മാത്രമേ എടുത്തുള്ളൂ. എനിക്ക് രാവിലെ തന്നെ നല്ല ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തുമ്മലും ചീറ്റിലൊക്കെ ആയിട്ടാണ് അമ്പലത്തിലോട്ട് പോകുന്നത് കേട്ടോ. തണുത്ത വെള്ളം കുടിച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെ തൊണ്ടവേദന വന്നത്. അങ്ങനെ ലാസ്റ്റ് ഈ വീട്ടിന് പറ നിറയ്ക്കുമ്പോഴടക്കം എനിക്ക് തുമ്മലും ഭയങ്കര ഇതായിരുന്നു, ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പറ നിറച്ചു കേട്ടോ. പറ നിറച്ച് കഴിഞ്ഞു കേട്ടോ. അങ്ങനെ നേരെ അമ്പലത്തിൽ ഉള്ളിലോട്ടൊന്ന് പ്രവേശിച്ചു. തൊഴുതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ആനനെ കാണാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അഭിരാമി പുള്ളവമ്പാട്ട് പാടാൻ വേണ്ടി കൊച്ചിൻ്റെ പേരും പറഞ്ഞ് നാളും പേരും പറഞ്ഞ് പുള്ളവമ്പാട്ട് പാടിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ യൂട്ടിനെ കാണിപ്പിച്ചു. അപ്പോൾ യൂട്ടിന്നൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് പോരാന്ന് വിചാരിച്ചു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇവൂനെ ഞാൻ കൈ പിടിച്ചിരിക്കുന്നത്. ഇവൂന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവ ഓടിക്കൊണ്ടിരിക്കും, അതുകൊണ്ടാണ് കൈ പിടിച്ചിരിക്കുന്നത്. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും കൂടെ പറഞ്ഞ് കയ്യിൽ നിന്ന് വിട്ട് അവൾ ഓടി നിൽക്കുന്ന അവിടെ നിൽക്കട്ടെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വിട്ടപ്പോഴേക്കും അവൾ ഓടി പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ അടുത്തേക്കൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അഭിരാമി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കണ്ടായിരുന്നു കേട്ടോ. ബലൂണായിട്ടും വളമായിട്ടും അവൾക്ക് യൂട്ടിക്ക് വാങ്ങിച്ചു കൊടുക്കണ്ടായിരുന്നു. ദൂക്കി വാങ്ങിക്കണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേർക്കും ഒരേപോലത്തെ ഒരേ സൈസിൻ്റെ ബോളൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഈ കുട്ടി പിന്നെ പരിപ്പ് വളക്കണ സ്വഭാവമായതുകൊണ്ട് രണ്ടും കൂടെ പിടിച്ചിട്ട് ഇവിടുന്ന് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അഭിരാമി. അപ്പോൾ നമ്മുടെ വീഡിയോയിലൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ എൻ്റെ വീഡിയോയും അവൾക്കും യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അപ്പോൾ രണ്ടുപേരും യൂട്യൂബ് ചാനലുകളുണ്ട്. രണ്ടുപേരെ യൂട്യൂബ് ചാനലിലേക്ക് ഇതിലിടാറുണ്ട്. മിക്കതും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടാറുണ്ട്. പിന്നെ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ വന്നിട്ട് ഫോട്ടോസുകളൊക്കെ എടുത്തു. പിന്നെ കുറച്ച് സാധനങ്ങൾ അച്ചപ്പൊക്കെ വാങ്ങിച്ച് എല്ലാ സാധനം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോന്നു കേട്ടോ. ഞങ്ങൾ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് പോവാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരമാണ് ശരിക്കുള്ള ഉത്സവം. അപ്പോൾ ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കാം കേട്ടോ. ഇവിടെ അഭിയൊന്ന് ചിരിച്ചടി ചിരിക്കടിയെന്ന് വീഡിയോ ഇട്ടാ പോളെ. നമ്മൾ രാവിലത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് വീട്ടിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് അത് കഴിഞ്ഞ് നമ്മൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് വൈകിട്ടത്തെ ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട്. 5 മണി 6 മണിയൊക്കെ ആയി നമ്മൾ റെഡി ആയി നിൽക്കണം. 7 മണി ആയപ്പോൾ പോകണം കേട്ടോ. ഗെറ്റ് റെഡി വിത്ത് ആര്യ. മേക്കപ്പ് അല്ലേ സീക്കുട്ടി വരില്ല. ഷോ എന്തുവാടി കണ്ണാടിയില് പൊട്ടുകളുടെ സംസ്ഥാനം ലിപ്സ്റ്റിക്കാണ് തോന്നുന്നത്. ഇതിലെങ്ങനെ കാണണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എഴുതണത് ഭയങ്കര പാടാ. എന്നാൽ തുടക്കൂലേന്ന് തുടച്ചൂടെ പെണ്ണുങ്ങൾക്ക്. ഇതാണ് നമ്മുടെ ആര്യ. അപ്പം റെഡി കഴിഞ്ഞിട്ടോ ആര്യ. ആ ചിറ്റയ്ക്ക് 3 മക്കളാണ്. അപ്പോൾ അതിൽ മൂത്തതാണിത്. രണ്ടാമത്തതാണ് അഭിരാമി സാരി എടുത്തത്. ഏറ്റവും അതാണ് അതുല്യ. നമ്മുടെ ശ്രീക്കുട്ടിയും ഈ കുട്ടിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടിക്കളിക്കായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഓട്ടോറിക്ഷ ഇതാണ് നമ്മുടെ അതുല്യ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ കൈകൊട്ടി കളി ഉണ്ടായിരുന്നു, മറ്റേ തിരുവാതിരയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാണാൻ പോയിട്ടോ.
ഉത്സവപ്പറമ്പല്ലേ എപ്പോഴും അതെ, ഞങ്ങൾ കമ്മലാണ് കൂടുതൽ നോക്കാറ്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങൾ കമ്മൽ വാങ്ങിച്ചില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ 3 പേരും കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ദൂക്കി തോക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മറ്റേ വെടിവെക്കുന്ന ഒരു ടൈപ്പ് പോളുള്ള ടൈപ്പാണ് കേട്ടോ. അപ്പോൾ കൊച്ചിന് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ ഇങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ. താലം വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ താലം വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ താലം വന്ന് ഇറങ്ങിയതാണ് ആ വീഡിയോ കണ്ടത്. അപ്പോൾ നമ്മൾ കൊട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് അവിടെ. അപ്പോൾ താലക്കാരെല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാവടി, ചെറിയ കാവടി ഉണ്ട്. അപ്പോൾ കാവടി തുള്ളണ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് നോക്കണ്ട പോകാനായിട്ട്. അപ്പോൾ നല്ല തിരക്കണായിരുന്നു, അങ്ങോട്ട് അടിക്കാൻ പറ്റണ്ടായിരുന്നില്ല. അപ്പോൾ മൈക്കിൽ വിളിച്ച് പറയണ്ടായിരുന്നു അന്നദാനം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു പറമ്പിൽ അന്നദാനം കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വേഗം തന്നെ പോയിട്ടുണ്ടായിരുന്നു. ആ പിള്ളേർക്ക് കൊടുക്കണമല്ലോ. അപ്പോൾ അവർ അഭിജിത്തിൻ്റെ അമ്മയാണ് പോയി നോക്കിയത്. അപ്പോൾ കുട്ടി കിടന്നിട്ട് ഞാൻ കുട്ടീനെ താഴത്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നു. കൈ കഴിച്ചിട്ടും പാടായിരുന്നു എടുത്തെടുത്ത്. അപ്പോൾ പിന്നെ താഴത്തേക്ക് ഇറക്കിയപ്പോൾ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ അധികം പോകണ്ടായിരുന്നില്ല, പരിചയമില്ലാത്ത സ്ഥലമായതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഒച്ച കേട്ടിട്ട് പാട്ടിൻ്റെ ഒച്ച കേട്ടിട്ട് കിടന്നിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, തുള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു ചെക്കൻ വന്ന് ഇവനോട്ട് കമ്പനി ആയിട്ടോ. അപ്പോൾ ഡാൻസ് കളിക്കാനായിട്ട് അവൻ നാണം. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ നല്ല ഡാൻസ് കളിക്കുന്നു. ഈ കുട്ടി ഡാൻസ് കളിച്ചതൊന്നും എല്ലാം എന്നായിപ്പോയി. ഈ കുട്ടി നോക്കി നിൽക്കായിരുന്നു കേട്ടോ, ഒന്നും ചെയ്യാൻ പറ്റാണ്ട് ഇങ്ങനെ. അങ്ങനെയൊന്നുമില്ല, പരിചയമൊന്നുമില്ല. കളിക്കേ കമോൺ. നന്നായി കളിക്കുന്നുണ്ട്. തുള്ളു ആ സ്റ്റെപ്പ് ഇടണ്ടല്ലോ, അത് നോക്കണം. കളിക്കടി കളിക്കടിയേ ഇപ്പോ വെറുതെ തുള്ളി പഠിക്കണ്ട്. സ്റ്റെപ്പിടണ്ട്. അയ്യോ അവ ഇങ്ങനെ പിന്നെയും കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെയും അവിടെ നമ്മൾ പറഞ്ഞിട്ട് പോയിട്ടോ. അപ്പോൾ നാടകം കണ്ടിട്ടോ, നല്ല നാടകമായിരുന്നു. പക്ഷേ നമുക്ക് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഈ കുട്ടിയാണെങ്കിൽ കിടന്ന് വാശിയായതുകൊണ്ടൊന്നും നടന്നില്ല, നാടകമൊന്നും കാണാൻ പറ്റിയില്ല. കുറച്ച് നേരം കണ്ടപ്പോൾ തന്നെ അത് കാണണം എന്നുള്ളത് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ലാസ്റ്റ് കാര്യം പോകുന്നു കുറച്ച് വെച്ച്. അപ്പോൾ തിരിച്ചെത്തിയിട്ടുള്ള പോലെ ഓളിപ്പോൾ കാണുന്നത് വീട്ടിൽ. രണ്ടും കൂടെ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടമൊക്കെ തന്നെ, പക്ഷേ രണ്ടും കൂടെ അടി ഉണ്ടാക്കലാണ് ഇപ്പോൾ പണി.
അപ്പം നമ്മളെപ്പോഴും നോക്കിയിരിക്കണം, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല അവർ രണ്ടുപേരും തമ്മിൽ. പിന്നെ ചിറ്റയുടെ വീട്ടിൽ നമ്മൾ ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ യൂട്യൂബ് ചാനലിൽ വേറെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് ചിറ്റയുടെ വീട്ടിൽ വന്നതിൻ്റെ വീഡിയോസുകൾ. അത് നമ്മൾ എല്ലാവരും കൂടെ കൂടിയിട്ട് ഓണപ്പരിപാടി അങ്ങനെ കുറേ കളികൾ, എല്ലാ കളികളുണ്ടായിരുന്നു. സുന്ദരിക്ക് പൊട്ടുടൽ, അങ്ങനെ കുറേ കളികളും അവിടെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം അവിടെ ഒന്നും കളിക്കാൻ പറ്റില്ല, ചീട്ട് കളിയോ അല്ലെങ്കിൽ കള്ളൻ പോലീസോ അങ്ങനെ കുറേ കളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.